പാതിവില തട്ടിപ്പ് കേസിൽ മുതിർന്ന ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണെന്ന വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണ്. പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് കേസ്. പറവൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് ബി.ജെ.പി. നേതാവ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. പരാതിയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും തുടർ നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. 2024 പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം എന്ന വാഗ്ദാനവുമായി രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദ നേഷൻ പ്രതിനിധിയായ ചെങ്ങമനാട് സ്വദേശി പരാതിക്കാരിയെ സമീപിക്കുന്നത്. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ NGO കോൺഫെഡറേഷൻ വനിതാ ശാക്തീകരണത്തിനു വേണ്ടി ഇരുചക്ര വാഹനം വാങ്ങുന്നതിന് 50% സാമ്പത്തിക സഹായം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. തുടർന്ന് നാട്ടിലെ പലരെയും പോലെ ഇവരും പണം നൽകി. 63,500 രൂപ നൽകിയതിന് രസീത് നൽകിയെന്നും ഇവർ പറയുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് പാതിവില തട്ടിപ്പ് കേസ് കേരളത്തിൽ വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. നിരവധി പേരാണ് അന്ന് വാഹനമെന്ന സ്വപ്നം മുന്നിൽ കണ്ട് പണം ചിലവാക്കിയത്. സ്വന്തമായ ഒരു വാഹനമെന്ന സ്വപ്നമുള്ളവർ പാതിവിലയ്ക്ക് സ്കൂട്ടർ കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ചാടി വീഴുമെന്ന് നന്നായി മനസ്സിലാക്കിയവരാണ് തട്ടിപ്പിന് പിന്നിൽ. വിവിധ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും നൽകാമെന്ന വ്യാജേന തട്ടിപ്പ് നടത്തിയ കേസിൽ അനന്തകൃഷ്ണൻ എന്നയാളാണ് അന്ന് പോലീസിന്റെ പിടിയിലായത്. 300 കോടി രൂപയിലേറെ തുകയാണ് തട്ടിപ്പിലൂടെ ഇയാൾ കൈക്കലാക്കിയത്. അനന്തകൃഷ്ണന് തട്ടിപ്പ് നടത്താൻ സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട് എൻ രാധാകൃഷ്ണൻ നേരത്തെ തന്നെ സംശയത്തിന്റെ നിഴലിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതി ബി.ജെ.പി. നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ കളങ്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബി.ജെ.പി. നേതാവിന്റെ ഉന്നത ബന്ധങ്ങളാണ് അനന്തകൃഷ്ണൻ തട്ടിപ്പിന് മറയാക്കിയത്. അനന്തുവിന്റെ കൊച്ചി ഹൈക്കോടതി ജംഗ്ഷനിലെ അശോക ഫ്ളാറ്റിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണൻ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നെന്ന് ജീവനക്കാർ വെളിപ്പെടുത്തിയത് കൂടുതൽ കുരുക്കായി മാറിയിരുന്നു. അന്ന് സ്ത്രീകൾക്ക് സ്കൂട്ടർ വിതരണം എന്ന പേരിൽ നടത്തിയ പരിപാടിയിലും രാധാകൃഷ്ണന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ പരിപാടിക്ക് ഐക്കണായി തന്നെ നിലകൊണ്ടതും രാധാകൃഷ്ണൻ തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങൾ തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്നു. അനന്തകൃഷ്ണൻ കോർഡിനേറ്ററായ നാഷണൽ NGOs കോൺഫെഡറേഷനും എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദ നേഷൻ സംഘടനയും ചേർന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണനും അനന്തകുമാറും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 40,000-ലധികം പേർ വഞ്ചിതരായിട്ടുണ്ടെന്നും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരുന്നതെന്നുമാണ് അന്വേഷകർ പറയുന്നത്. 1300-ലധികം കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഴിമതിക്കും കള്ളപ്പണത്തിനും എതിരെ നിൽക്കുന്ന ബി.ജെ.പി. സർക്കാർ രാജ്യത്തെ അഴിമതിയും കള്ളപ്പണ ഇടപാടുകളും നിയന്ത്രിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംവിധാനത്തെ പോലും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവ് തന്നെ ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയാൽ വേലി തന്നെ വിളവ് തിന്നുന്ന ആക്ഷേപം യാഥാർത്ഥ്യമാകും.